ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ സീറോ ആക്കി. അതേപോലെ തന്നെ നമ്മുടെ ഫോണും അതേപോലെ യൂണിഫോം മസ്റ്റാണ്. അതേപോലെ യൂണിഫോം മീൻസ് ടീഷർട്ട്, അതേപോലെ ബാഗ്. ഇതില്ലെങ്കിൽ ഫൈൻ അടിക്കും. ഓക്കെ, നമ്മളിപ്പോൾ തിരുമല ആണ് നമ്മുടെ ലോഗിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. മാപ്പിനകത്ത് ഓൺലൈൻ ആയത് സ്വിഗ്ഗി ആപ്പ് ഓൺലൈൻ ആവണമെങ്കിൽ നമ്മൾ തിരുമല അറ്റ്ലീസ്റ്റ് എത്തിയിരിക്കണം. നമ്മുടെ ബോർഡർ നമ്മുടെ തമ്പാനൂർ സോണാണ് ഞാൻ. അപ്പം തിരുവനന്തപുരത്ത് നിന്നും ഇതിൻ്റെ ബോർഡർ വരുന്നത് നേരത്തെ വഴുതക്കാട് വരെ പോകണമായിരുന്നു. ഇപ്പോൾ പേയാട്, അതേപോലെ തന്നെ തിരുമല എത്തുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നമ്മൾ മാപ്പിന് ഉള്ളിൽ കയറി കഴിഞ്ഞു. അപ്പോൾ ലോഗിൻ ആവാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. പക്ഷേ മഴ കിട്ടുമോ എന്നറിയില്ല. കാർമേഘം മൂടി നിൽക്കുന്നതല്ലാതെ മഴ പെയ്യുന്ന ലക്ഷണമില്ല. അപ്പം നമുക്ക് ഇന്നൊരു സൺഡേ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഈ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ദിവസമാണ് സൺഡേ എന്ന് പറഞ്ഞാൽ. റോഡിൽ തിരക്കും കുറവുള്ള ഒരു ദിവസമാണ് സൺഡേ. പിന്നെ സ്വിഗ്ഗി ഓടുന്നവരുടെ എണ്ണം കൂടുന്നൊരു ദിവസവും സൺഡേ ആണ്, കാരണം സർജും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ നമ്മൾ എന്താണ് 59.4 കിലോമീറ്ററാണ് നമ്മളെ ട്രിപ്പിൽ ഓടിയിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എക്കോ മോഡിലാണ് ഓടുന്നത്. അപ്പം 59 കിലോമീറ്റർ, അതായത് 60 കിലോമീറ്റർ. അപ്പം ഇനി ബാക്കിയുള്ളത് 52 കിലോമീറ്ററാണ്. അതായത് ഏകദേശം 112ഓളം കിലോമീറ്റർ പോകാനുള്ള റേഞ്ച്. അതായത് എക്കോ മോഡിൽ നമ്മുടെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 110 എന്നാൽ 112 കിലോമീറ്റർ വരെ പോകാൻ നമുക്ക് ഏതിൽ സാധിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഗൈസ്, ഇപ്പോൾ നമ്മൾ 3 മണിക്കൂറും 42 മിനിറ്റും വർക്ക് ചെയ്തപ്പോൾ നമുക്ക് 512 രൂപ ഉണ്ടാക്കാൻ സാധിച്ചു. 12 ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസെൻറ്റീവായിട്ട് 160 രൂപയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഇൻസെൻറ്റീവ് എത്ര എടുത്താലും നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ കുറഞ്ഞത് നമ്മുടെ ഷിഫ്റ്റിൽ 4.5 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം. 4.5 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. നമുക്ക് അതിന് ഇടയ്ക്ക് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ഇൻസെൻറ്റീവും അടിക്കുന്ന രീതിക്ക് എത്താം. ഇപ്പം നമ്മൾ 750 രൂപയ്ക്ക് ഓടുകയാണെങ്കിൽ 300 രൂപയും കൂടെ ഇൻസെൻറ്റീവ്, പെട്രോൾ ഇൻസെൻറ്റീവായിട്ട് നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്ക് 1050 രൂപ നമുക്ക് നേടാം. പക്ഷേ എന്താണ് കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, 4.5 മണിക്കൂർ നമ്മുടെ ഷിഫ്റ്റിൽ വർക്ക് ചെയ്തിരിക്കണം. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഷിഫ്റ്റ് പാർട്ട് ടൈമിൻ്റെതാണ്. 11 to 4 ഷിഫ്റ്റാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറഞ്ഞത് 4.5 മണിക്കൂറാണ്. 11 to 4 5 മണിക്കൂറാണ്. അതിൽ 4.5 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്ന് സർജും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഇത്രയും എമൗണ്ട് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടില്ല ഇത്രയും. അതുമല്ല, എനിക്ക് ആദ്യം അടിച്ച ഓർഡേഴ്സ് എല്ലാം സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടായിരുന്നു. അപ്പം 20 രൂപ സർജ് ഉള്ള ഫുഡ് ഓർഡേഴ്സിന് പകരം ഇൻസ്റ്റാമാർട്ട് അടിച്ചപ്പോൾ എനിക്ക് സർജ് 7 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓർഡറെല്ലാം എടുത്ത് നിർത്തി. ഞാനിതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ 76.8 കിലോമീറ്ററാണ് ഞാൻ ഞായറാഴ്ചയായിട്ട് ഓടിയത്. ഞാൻ ഓടിയ സമയം 11 മണിക്കും 4 മണിക്കും ഇടയിലാണ്. 3:30 ആയപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, നിർത്തി. ഈ ഓട്ടം, ഈ സൺഡേയുടെ ഓട്ടം നിർത്തി. കാരണം വൈകുന്നേരം മറ്റ് ചില പരിപാടികളുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ സ്വിഗ്ഗിക്ക് വേണ്ടി ഓടിയത് 76.8, അതായത് 77 കിലോമീറ്റർ ഓടി. നോക്കൂ, ഇനി അവശേഷിക്കുന്ന 33 കിലോമീറ്ററാണ്. അപ്പം ഈ ഏതാണ്ട് ഒരു റേഞ്ചും കൂടെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അവർ പറയുന്ന ആ റേഞ്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ സൺഡേ ആയിട്ട് മൊത്തത്തിൽ 4.5 മണിക്കൂർ നോക്കൂ, 4.5 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് 603 രൂപയാണ് ലഭിച്ചത്. 603 രൂപ. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, 14 ഓർഡർ എടുത്തിട്ടുണ്ട്. 4 മണിക്കൂറും 38 മിനിറ്റുമാണ് ഞാൻ വർക്ക് ചെയ്ത സമയം എന്ന് പറയുന്നത്. അപ്പോൾ 600 രൂപ എനിക്ക് ഓർഡർ ഏണിങ്സ് ആയിട്ട് ലഭിച്ചു. ഇനി ഇതിൻ്റെ ഇൻസെൻറ്റീവും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇൻസെൻറ്റീവ് 200 രൂപ പെട്രോളിൻ്റെ ഇൻസെൻറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നാളെ നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ അടുത്ത ദിവസം 8 മണി, രാവിലെ 8 മണി സമയത്തായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓഫ്ലൈൻ ആകാൻ പോവുകയാണ്. അപ്പം ആപ്പ് ഇങ്ങോട്ട് പറയുകയാണ് 20 രൂപയുടെ റെയിൻ സർജ് ഉണ്ട്, ഇപ്പോൾ ഓഫ് ചെയ്യരുതെന്നാണ്. പക്ഷേ നമുക്ക്
ഓഫ് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്തത്, സൺഡേ നമ്മൾ വർക്ക് ചെയ്തത് അത്യാവശ്യം സർജും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മാക്സിമം സർജും കാര്യങ്ങളും ഉള്ള ദിവസം തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു 4-4.5 മണിക്കൂർ നമ്മളിങ്ങനെ വർക്ക് ചെയ്യും. ഏകദേശം ഒരു 300 രൂപയ്ക്ക് ഒരു 350 രൂപ ഈ റേഞ്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഒരു 90 രൂപയ്ക്ക് ഇൻസെൻറ്റീവും ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഒരു 400 രൂപയ്ക്ക് അടുപ്പിച്ച് മാത്രമേ നമുക്ക് സാധാ ഒരു സർജ് ഇല്ലാത്ത ദിവസം നമ്മുടെ ഏണിങ്സ് ആയിട്ട് കിട്ടുകയുള്ളൂ. സാധാരണ പെട്രോൾ അടിക്കുന്ന വണ്ടികളിൽ പോയാൽ തന്നെ 250 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയും ചെയ്യണം, എന്നാൽ ഏണിങ്സ് 400 രൂപ കിട്ടുകയുള്ളൂ. അങ്ങനെയാകുമ്പോൾ 150 രൂപയ്ക്ക് നമ്മുടെ ലാഭം അത്രേ കിട്ടുള്ളൂ. കാരണം അത് നമുക്കൊന്നും ആവില്ല, 150 രൂപ അന്ന് തന്നെ തീരുകയും ചെയ്യും. അപ്പം അതൊരു വലിയൊരു ഇഷ്യൂ. ഇപ്പോൾ ഇന്നത്തെ ഞാൻ ഓഡിയോ സർജ് കണ്ട 603 രൂപ നമുക്ക് ഏണിങ്സും ലഭിക്കും. 200 രൂപ എനിക്ക് സർജും കിട്ടി. എന്നാൽ ഒരു 57 രൂപയും കൂടെ എക്സ്ട്രാ എടുത്ത